ഹലോ ഗായ്സ്, ദൃശ്യം 3 കണ്ടു. ദൃശ്യം 3 എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. അത് ഞാൻ ഒരു സാധാ പ്രേക്ഷകനായിട്ടാണ് പറയുന്നത്. അതായത് എനിക്ക് അല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേറെ പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ. ഞാനിത് എൻ്റെ കാര്യമായിട്ട് പറയുന്നതാണ്. നിങ്ങൾ അതൊരു എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് കാണുക. അതായത് ദൃശ്യം 1ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൃശ്യം 3 കുറച്ച് ഡൗൺ ആണ്. അതായത് അതിൽ നിന്ന് കിട്ടിയ ഒരു ഫീൽ ഉണ്ട്, അതായത് ഒരു ഗൂസ് ബംസ് ഉണ്ട്. അത് ഇതിൻ്റെ അകത്ത് എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തിട്ടില്ല. വേൾഡിൻ്റെ അകത്ത് കുറച്ച് നല്ല സീൻസുകളുണ്ട്. നല്ല പെർഫോമൻസ് ആയിട്ട് ജോർജ് കുട്ടിക്ക്, അത് ലാലേട്ടന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും കുറേ സീൻസ് ഉണ്ട്. നല്ല രസമായിട്ട് ഇങ്ങനെ ഞെട്ടുന്ന സീനൊക്കെ, അതായത് അതിലൊന്നും പറയില്ല, പെർഫെക്റ്റ് ആണ്. പക്ഷേ ഒരു സാധാ പ്രേക്ഷകനായിട്ട് സിനിമ കാണുന്ന എനിക്ക് ഇതിൽ നിന്ന് 1ഉം 2 നമ്മൾ 1നും 2നും മുകളിൽ നിൽക്കുന്ന ഒരു പാർട്ട് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും അങ്ങനെ ചിന്തിക്കുള്ളൂ. ഈ പടം ദൃശ്യത്തിന്റെ ഒരു 3rd പാർട്ട് വരുമ്പോൾ 1നും 2നും മുകളിൽ നിൽക്കണം. അല്ലാതെ ഇതില് വേറെ ഇതൊന്നുമില്ല. എല്ലാവർക്കും അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ ഇത് അങ്ങനത്തെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് പ്രതീക്ഷിച്ച് പോകുന്ന ഒരു സാധാ പ്രേക്ഷകനായി എനിക്ക് ഇതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. കാരണം ഇതിൽ ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ് കാണിക്കുന്നുണ്ട്. അതാണ് ദൃശ്യത്തിന്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ്. അത് 4ാം ക്ലാസ്സുകാരനായ ജോർജ് കുട്ടിയുടെ ഒരു ബ്രില്യൻസ് ആണ് ഈ പടത്തിന്റെ മെയിൻ ആൾക്കാരെ അട്രാക്ട് ചെയ്യിക്കും. അത് പടത്തിന് ഹിറ്റ് ആവാനുള്ള മെയിൻ കാര്യം. ആ സാധനം ഇതില് ഉണ്ട്. പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. നമുക്കത് ഫസ്റ്റിനും സെക്കൻഡിലും കിട്ടിയ പോലെ കിട്ടുന്നില്ല. പടത്തിലുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാം തുറന്ന് പറയാൻ പറ്റില്ലാത്ത ടൈപ്പ് ഒരു പടമായതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇതില് നമുക്ക്, അതായത് വിഷ്വലി, അതായത് ഫസ്റ്റിൽ നമ്മൾ ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് ആ സമയത്ത് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വളരെ ചെറുതാ, അതായത് എനിക്ക് പ്രായമില്ല തിയേറ്ററിലും കാണാൻ. ആ സമയത്ത് തിയേറ്ററിൽ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് സെക്കൻഡ് OTT ഇറങ്ങും, അത് തിയേറ്ററിൽ നമുക്ക് മിസ്സായി, എല്ലാവർക്കും മിസ്സായി. ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ OTT ഇറങ്ങിയ സാധനം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, 3ന് നമുക്ക് ആ ഒരു ദൃശ്യം 1ഉം 2ഉം മിസ്സായ ഒരു എക്സ്പീരിയൻസ് കൂടെ ആഗ്രഹിച്ചാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ടായത്. പക്ഷെ അങ്ങനെയാണ് കുറെ പേരും, അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ പോയത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആ ഒരു സാധനം 1ഉം 2ഉം കിട്ടിയ സാധനം ഒരിക്കലും 3കില്ല. നിങ്ങൾ ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജിത്തു ജോസഫ് അങ്ങനെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഓവർ ഹൈപ്പ് കൊടുത്ത പടങ്ങളെല്ലാം പൊട്ടുകയാണ്. അപ്പൊ ആ ഓവർ ഹൈപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ജിത്തു ജോസഫ് ഇങ്ങനെ വന്നിരുന്ന് പറയണേ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ സംഭവം അതല്ല. ജിത്തു ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഓവർ ഇതല്ല, ഇത് അവരുടെ ജീവിതം. ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള 2 കഴിഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു ജീവിതം, അവരുടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, റിയൽ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ വരുന്ന കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സ് ഒക്കെ തരണം ചെയ്ത് അതിൽ നിന്ന് അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് ഈ പടം ഡെവലപ്പായി വരുന്നത്. പടത്തിന്റെ ഒരു ഗ്രാഫ് കയറി വരുന്നത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടത്തില് നമ്മൾ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കും. അത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നമ്മൾ ലാഗടിച്ചിങ്ങനെ പോകും. ലാസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും എന്ന് ഓർക്കും. സാധനമുണ്ട്, അത് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സാധനം നമ്മളിലേക്ക് അങ്ങ് ആ ഫസ്റ്റിനും സെക്കൻഡിനും കിട്ടിയ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് തരാൻ പാകത്തിനൊന്നും വരുന്നില്ല. സാധാ ഒരു 250-150 രൂപയുടെ ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് പ്രതീക്ഷയായിരിക്കും പോണേ? ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ ഈ ദൃശ്യം 3നെ കൊണ്ട് സാധിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. അതിൽ ഞാൻ വളരെ, സത്യം പറഞ്ഞ, ഒരു നിരാശയാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ജോർജ് കുട്ടിയുടെ ക്യാരക്ടേഴ്സ് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പുള്ളി ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിലേക്ക് മാറി എന്നൊക്കെ അതിൻ്റെ അകത്ത് തന്നെയാണ് പുള്ളി പറയുന്നുണ്ട്, സിനിമയിലും അത് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ജോർജ് കുട്ടിയുടേതേ ഒരു ഇതുണ്ട്. നമ്മൾ ജോർജ് കുട്ടി ഇഷ്ടപ്പെട്ടത് എന്താ, പുള്ളി 10 പേരെ തല്ലി ഇടിച്ചിട്ടൊന്നും അല്ല പുള്ളിനെ ഇഷ്ടപ്പെടുന്നത്. പുള്ളി ഒരു സാധാരണക്കാരനായിട്ട് നിന്ന്, പുള്ളി സിനിമകൾ കണ്ട് നേടിയെടുത്ത അറിവിൽ നിന്ന് പുള്ളിയുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതായിരുന്നു ആ സിനിമയുടെ മെയിൻ ഇത്. ആ സാധനം സെക്കൻഡിലും അത് തന്നെയാണ്. 3ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു മാസ് അപ്പിയറൻസ് ലാലേട്ടൻ ജോർജ് കുട്ടിയിൽ നിന്ന് ലാലേട്ടനിലേക്ക് പോയ ടൈപ്പ് എനിക്ക് തോന്നി. ചില ഡയലോഗുകളൊക്കെ ആയാലും പുള്ളിയുടെ ക്യാരക്ടർ ചേഞ്ച് ആകുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യർക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ ക്യാരക്ടേഴ്സും ചേഞ്ച് ആയി വരും. പക്ഷെ അത് നമുക്ക്, എന്നെ സംബന്ധിച്ച് എനിക്കത് ഒട്ടും ഈ പടത്തിന് സൂട്ട് ആവാത്ത പോലെ തോന്നി. ചില ക്യാരക്ടറുകൾ എനിക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും.
ഇത് സ്പോയിലറുകളുണ്ട്. ഒട്ടും ട്വിസ്റ്റ് ഇല്ലാത്ത കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. ഫുള്ളി ഒന്നും എല്ലാം തുറന്നു പറയുന്നത് ട്വിസ്റ്റ് ഇല്ലാത്ത പടമല്ല, ട്വിസ്റ്റുകളുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഫസ്റ്റിനും സെക്കൻഡിനും കമ്പയർ ചെയ്ത് ഇങ്ങനെ ഒരു ഫസ്റ്റും സെക്കൻഡും കിടക്കുമ്പോൾ മൂന്നാമത്തെ പടം വരുമ്പോൾ ഓൾറെഡി ഇതിന് കമ്പാരിസൺ വരും. അത് നിങ്ങൾ കമ്പയർ ചെയ്യാതെ കാണണം, അല്ലെങ്കിൽ ഇതിൽ നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്യാതെ പോയി കാണണം എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ പറയാന്നുള്ളൂ. അതൊന്നും പോസിബിളി നടക്കില്ല. ആൾക്കാർ ഇതിനെ ഓൾറെഡി ഫസ്റ്റും സെക്കൻഡും കണ്ട ആൾക്കാർ ഇതിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു പടമായിട്ട് തന്നെ ചിന്തിച്ചായിരിക്കും വരുന്നത്. അതിന് മുകളിൽ നിൽക്കണ്ടേ, പിന്നെ ഇതിനാ തേടിറക്കണേ. തേടിറക്കുമ്പോൾ അതിന് മുകളിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഇറക്കണം. അല്ലെങ്കിൽ ആ പടത്തിന് ഇപ്പോൾ ഈ പടം ഇനിയിപ്പോൾ നാലാം ഭാഗത്തിലേക്കും കൂടെ ഒരു ഇതിട്ടിട്ടുണ്ട്. അത് എഴുതി അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും അടുത്തൊരു പാർട്ടും കൂടെ ഇതിൽ സാധ്യതയുണ്ട്, എങ്ങാനും ചാൻസ് ഉണ്ടെന്ന് ഇതിൽ. പക്ഷെ ഈ പടം തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പിന്നെ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടും, ഫാൻസിനുള്ളൊരു കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട്. പടത്തിൻ്റെ ഒരു നാച്ചുറൽ സാധനം, പടത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു തീം, അത് ആ സാധനത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സോള്, ആ സോൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് ലാസ്റ്റിലേക്ക് വന്നപ്പോൾ പോയെന്ന് എനിക്ക് അങ്ങനെ തോന്നി. എൻ്റെ തോന്നലാവാം, പക്ഷെ എനിക്ക് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എനിക്ക് അങ്ങനെ തോന്നി. ഫസ്റ്റും സെക്കൻഡും ഞാൻ അത്രയും എനിക്കിഷ്ടപ്പെട്ട് ഞാനത് വളരെ എക്സ്പെക്ട് ചെയ്ത് പോയതായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിരാശയുണ്ട്. പിന്നെ ഇതിൽ ചില ക്യാരക്ടേഴ്സ് ആണെങ്കിലും പോലും ഭയങ്കര, അതായത് ഒരു ദൃശ്യത്തിൻ്റെ ആ ഒരു സോള് നഷ്ടപ്പെട്ടിട്ട് പോകുന്ന രീതിയിലൊക്കെ തോന്നി. അതായത് വേറൊരു മാസ് പടത്തിൻ്റെ ഒരു ഫീലിലേക്കൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറെ കാര്യങ്ങളിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ്, മുരളി ഗോപിയുടെ ക്യാരക്ടറും ഭയങ്കര ഗ്രേറ്റ് ആണ്. അത് ഭയങ്കര പുള്ളി അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു നല്ലൊരു സെക്കൻഡിനേക്കാളും കൂടുതൽ പുള്ളി ഇതിൻ്റെ അത് ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ നല്ലതാണ്. നമുക്ക് കറക്റ്റ് ഒരു പോലീസ് ഓഫീസർ എങ്ങനെയാണ്, അങ്ങനെ ആ ഒരു പൊസിഷനിൽ പോലീസ് ഓഫീസർ എങ്ങനെ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ നമുക്ക് പുള്ളി അതിൻ്റെ ഒരു കമാൻഡിങ് ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു സാധനം മുരളി ഗോപിക്ക് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്താ പറയുക, നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് അല്ലെങ്കിൽ ട്വിസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സാധനം നമുക്ക് ഇതിൽ കിട്ടുന്നില്ല, ഇത് കുറവാണ്. എനിക്ക് അങ്ങനെയാണ് ബേസിക്കലി ഇത് പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഓൾ ഓവർ നല്ല പടമാണ്, പക്ഷെ 1-ന്റെയും 2-ന്റെയും താഴെ തന്നെയാണ്. അതിന് മുകളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതെനിക്ക് വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത് പോയി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകാൻ പാടില്ല ജിത്തു ജോസഫ് പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ എക്സ്പെക്ട് ചെയ്തേ പോവുള്ളൂ. കാരണം 1-ഉം 2-ഉം ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് 3 ഓവറായിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്യും. അത് നമ്മുടെ മനുഷ്യ സഹജമായിട്ട് അങ്ങനെ ചെയ്യും, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ചെയ്യുള്ളൂ. അപ്പോൾ ജിത്തു ജോസഫ് ഇങ്ങനെ എത്ര ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും നിരാശ വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ.